ഹരേ കൃഷ്ണ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാകുന്നത് മക്കളെ പറ്റിയാണല്ലോ. അവർ എങ്ങനെയാകും, അവരുടെ ഭാവി എന്താകും, അവർ നല്ല രീതിയിൽ വളരാനും അവർക്ക് എന്തെങ്കിലും ഒരു രോഗാരിഷ്ടത വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് അമ്മമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചും അവരുടെ സ്വഭാവത്തെപ്പറ്റി ചിന്തിച്ചും അതിൽ ഉപരിയായിട്ട് അവരുടെ ഭാവി എന്താകുമെന്ന് ഓർത്തുള്ള ഒരു ചിന്തയും ഒക്കെ വളരെ വ്യാകുലതയോടെയാണ് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. അതുപോലെ മക്കളില്ലാത്തവരുണ്ടായിരിക്കും. അവരുടെ വിഷമം അതിലേറെയാണ്. മക്കളില്ലാത്തതിൻ്റെ വിഷമം എങ്ങനെയെങ്കിലും ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരിക്കും അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവർക്കും ഒക്കെയായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. എന്ത് ത്യാഗം സഹിച്ചാണെങ്കിലും ക്ഷമിച്ചാണെങ്കിലും ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ കിട്ടിയാൽ മതി എന്നുള്ള സങ്കടത്തിൽ കഴിയുന്ന അമ്മമാർക്ക് വേണ്ടിയുമൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ. മക്കൾക്ക് വരുന്ന രോഗാരിഷ്ടത മാറാനും അതുപോലെ വിദ്യാഭ്യാസത്തിലെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും ഒക്കെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ മക്കളില്ലാത്തവർക്ക് വേണ്ടിയിട്ടുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ഭജനം. അതാണ് ശ്രീകൃഷ്ണ ഭജനം. അത് ചെയ്യുക. അത് നമ്മൾ ഓരോരുത്തരും ഓരോ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഓരോ നാമങ്ങൾ ഉരുവിട്ടായിരിക്കും നമ്മൾ ഭഗവാനെ വിളിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമൊരു മന്ത്രമുണ്ട്. ആ ഒരു മന്ത്രം എപ്പോഴും, അതായത് നമുക്ക് പറ്റുമ്പോഴൊക്കെ നമ്മൾ അത് ചൊല്ലി നടക്കുക. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കതല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ അമ്മമാർക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ വിളിക്കുന്ന നാമങ്ങളും നാമജപങ്ങളും ഒക്കെ അത് അങ്ങനെ തന്നെ തുടർന്നു കൊള്ളട്ടെ. അതുകൂടാതെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു മന്ത്രം കൂടി ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ അരിഷ്ടതകൾക്കും രോഗാരിഷ്ടതകൾക്കും വിദ്യാഭ്യാസ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും ജോലി സംബന്ധമായ മക്കൾക്ക് വേണ്ടി മക്കളുടെ എന്ത് കാര്യത്തിനു വേണ്ടിയും ഈ ഒരു മന്ത്രം അമ്മമാർ ചൊല്ലുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഇനി മക്കളില്ലാത്തവർ മക്കൾ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും, അതായത് യാതൊരു കുഴപ്പവുമില്ല, ഡോക്ടർമാർ നോക്കുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല എന്നുള്ളവർക്ക് ഈ ഒരു മന്ത്രം നിത്യേന നല്ല ശുദ്ധവൃത്തിയോടുകൂടി കുളിച്ച് ജപിച്ച് നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല സൽസന്താനങ്ങൾ തന്നെ ഉണ്ടാകും. അതിന് ഈ ഒരു മന്ത്രം ജപിച്ചു കൊള്ളുക. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപതേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗതഃ. ഇത് നിത്യവും ഒരു 108 തവണ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ, 108 ചൊല്ലാൻ സാധിക്കാത്തവർക്ക് ഒരു 36 തവണ ചൊല്ലുക. നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്തിരി ഏറെ കഷ്ടപ്പെടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്രയും നല്ലതായിട്ട് മക്കൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു 108 തവണയെങ്കിലും ചൊല്ലാൻ സാധിക്കുന്നവർ ചൊല്ലുക. അങ്ങനെ ചൊല്ലിയതിന് ശേഷം നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. അത് സ്വയം കണ്ട് മനസ്സിലാക്കുക. മക്കൾക്ക് വേണ്ടി അമ്മമാർക്ക് ചെയ്യാവുന്ന ഒരു വഴിപാട് പോലുമല്ല ഇത്. ഇത് നമ്മളൊരു 108 തവണ എന്നും രാവിലെ ചൊല്ലുകയാണെങ്കിൽ, രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് ഈ ഒരു മന്ത്രം ചൊല്ലുകയാണെങ്കിൽ അതിനേക്കാൾ ഉപരി വേറെ ഒന്നും നമുക്ക് മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനില്ല. അമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു മന്ത്രം ദിവസവും ചൊല്ലുക. മക്കൾക്ക് എല്ലാവിധ ഉയർച്ചകളും ലഭിക്കും. അതുപോലെ മക്കളില്ലാത്തവർ മക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല സൽസന്താനത്തെ ലഭിക്കുവാൻ വേണ്ടിയിട്ടും ഈ ഒരു മന്ത്രം നിത്യവും രാവിലെ കുളിച്ച് ജപിക്കുക. 108 തവണ ജപിക്കുക. നിങ്ങൾക്ക് നല്ല ഒരു സൽസന്താനം കിട്ടിയിരിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളെ എല്ലാ രീതിയിലും അനുഗ്രഹിക്കും. നല്ലത് വരട്ടെ. സന്താന ഗോപാലമൂർത്തിയായ നമ്മുടെ ഭഗവാനല്ലാതെ നമുക്ക് ആരാണ് ഒരു വഴികാട്ടിയായിട്ടുള്ളത്? ഭഗവാനെ ഭജിക്കൂ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഭഗവാൻ നിറവേറ്റിത്തരും. ഹരേ കൃഷ്ണ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു.